തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശമാകും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ വൈകിട്ട് 6 മണിക്ക് പരസ്യ പ്രചാരണം അവസാനിക്കും. അവസാന മണിക്കൂറിൽ റോഡ് ഷോകളും മറ്റുമായി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, അവസാനഘട്ട പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. കൊട്ടിക്കലാശത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു 7 ജില്ലകൾ. ആവേശത്തിൽ തന്നെയാണോ മുന്നണികളും സ്ഥാനാർത്ഥികളും? ഏതായാലും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും എന്ന് പറയുന്നത്. അതായത് തങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ കോർപ്പറേഷനിലെ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുക, വിട്ടുപോകാതെ സംരക്ഷിക്കുക, ചിലർ അത് നേടിയെടുക്കുക തുടങ്ങിയ ഒരു ഉദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് വലിയൊരു ആവേശം തന്നെയാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശത്തിൽ മുന്നണികൾ എന്ന് പറയുന്നത്. അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഇടങ്ങളിലാണ് നാളെ മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നത്. നാളെ നിശബ്ദ പ്രചരണമാണ്. അതായത് പരസ്യ പ്രചരണങ്ങളൊന്നും ഉണ്ടാവില്ല. വീട് കയറി ഒന്നുകൂടി തൻ്റെ വോട്ട് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാളെ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് നീങ്ങുന്നത്. ഏതായാലും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്തും കൊല്ലത്തും അതുപോലെ എറണാകുളത്തും ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളിലും വലിയൊരു ആവേശം തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകരും ഉൾപ്പെടെ വീടാന്തരം കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം. വോട്ട് അഭ്യർത്ഥിച്ച് തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ KC വേണുഗോപാൽ MPയുടെ നേതൃത്വത്തിലാണ് UDFന്റെ പ്രചരണം നടക്കുന്നത്. വാഹന പ്രചരണ ജാഥ നടത്തിയത്. ഏതായാലും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരും മുന്നണികളും ഉള്ളത്. തങ്ങളുടെ കൈവിട്ടുപോയ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ കൈവിട്ടുപോയ പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി LDFും UDFും BJPയും അതുപോലെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഒപ്പം തന്നെ തൻ്റെ ഉള്ള ഭരണം അല്ലെങ്കിൽ ഉള്ള പഞ്ചായത്ത് നിലനിർത്തുക എന്ന ലക്ഷ്യം, ഒപ്പം തന്നെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വാർഡിലെങ്കിലും വിജയിച്ച് കയറുക എന്ന ലക്ഷ്യം, അങ്ങനെ 3 ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നണികൾ മുന്നോട്ട് നീങ്ങുന്നത്. എല്ലാവർക്കും വിലങ്ങുതടിയായി വിമതരുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വിജയിച്ച് കയറുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നണികൾ മുന്നോട്ട് നീങ്ങുന്നത്. ഒപ്പം തന്നെ ആവേശച്ചൂടിലാണ് എല്ലാവരും. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ യുദ്ധത്തിൻ്റെ, ഏറ്റവും വലിയ ജനാധിപത്യ ആഘോഷത്തിൻ്റെ ഒരു അലയൊലികളാണ് ഇപ്പോൾ നാടെങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പാണ് മറ്റന്നാൾ നടക്കുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 11-ന് നടക്കുകയും ചെയ്യും. 11-ന് നടക്കുന്നത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതായാലും വളരെ ആവേശത്തിൽ തന്നെയാണ് നഗരങ്ങൾ കീഴടക്കിക്കൊണ്ട് ഇന്ന് വൈകിട്ട് 6 മണി വരെയാണ് ഇത്തരത്തിൽ ഈ പരസ്യ പ്രചരണത്തിനുള്ള കൊട്ടിക്കലാശത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. ഇന്ന് വൈകിട്ട് 6 മണി വരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 മണി വരെ വലിയ രീതിയിലുള്ള ആഘോഷം. തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട്, തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, തങ്ങളെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും വലിയ രീതിയിലുള്ള ആഘോഷം, എല്ലാവരും വലിയ രീതിയിലുള്ള ഒരു പരസ്യ പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശത്തിനാണ് ഇപ്പോൾ നഗരങ്ങൾ മുഴുവൻ സാക്ഷ്യം വഹിക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആഘോഷമാണ് ഇത്തവണ നടക്കുന്നത്. എല്ലാവിധ പ്രചരണങ്ങളുമുണ്ട്. ശബരിമലയാണ് പ്രധാനമായും UDF മുന്നോട്ട് വെക്കുന്നത്. ഈ ശബരിമല തന്നെയായിരിക്കണം BJP മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ LDF മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും വിജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് മുന്നണികൾ മുന്നോട്ട് നീങ്ങുന്നത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സെമി ഫൈനൽ പോരാട്ടം എന്ന് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാനാകുന്നത്. അവസാനഘട്ട പോരാട്ടങ്ങൾക്ക് ഒരുങ്ങുകയാണ്. ഇന്ന് കൊട്ടിക്കലാശത്തോടെ ഇനി നാളെ മുതൽ നിശബ്ദ പ്രചാരണമാണ്. 9-ാം തീയതി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ അവസാനവട്ട വോട്ട് തങ്ങൾക്ക് സ്വന്തമാക്കുക എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. അതിൻ്റെ കൊട്ടിക്കലാശം തന്നെയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും മുന്നണികളും വിജയപ്രതീക്ഷയിൽ തന്നെയല്ലേ ഫൈസൽ? സൂചിപ്പിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ പോരാട്ടം
അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എല്ലാ മുന്നണികളും വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. വിജയത്തിൽ കുറഞ്ഞത് ഒന്നുമില്ല എന്ന് തന്നെയാണ് എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഒറ്റ വാക്കിൽ പറയുന്നത്. അതായത് തങ്ങളുടെ തങ്ങൾ ഭരണം പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അരയും തലയും മുറുക്കിയാണ് എല്ലാവരും രംഗത്തേക്ക് വരുന്നത്, തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. മത്സരം ചൂട് പിടിക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. കാരണം അത്രയും വിഷയങ്ങൾ ഒക്കെ തന്നെയുണ്ട്. മൂന്ന് മുന്നണികൾക്ക് മുന്നേക്കാനുള്ള വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാശിയേറിയ ഒരു പോരാട്ടം, കേരളം ഇതുവരെ കണ്ടത് വെച്ചാൽ വാശിയേറിയ ഒരു പോരാട്ടമായിരിക്കും ഇത്തവണ നടക്കുക എന്ന ആത്മവിശ്വാസത്തോടുകൂടി, ഉറച്ച വിശ്വാസത്തോടു കൂടിയായിരിക്കും എല്ലാവരും കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഏതായാലും തങ്ങളുടെ പ്രവർത്തകരും ഒട്ടും ആവേശം കുറഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയൊരു ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത്. പ്രവർത്തകർ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാനെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ആവശ്യപ്പെട്ടുകൊണ്ട് ഓരോ വീടാന്തരവും കയറിറങ്ങി വോട്ട് തേടുന്ന ഒരു സാഹചര്യം ഈ പ്രവർത്തകർക്ക് ഒപ്പം തന്നെ പ്രവർത്തകർക്കൊപ്പം തന്നെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം. KC വേണുഗോപാൽ MP നേരിട്ട് ഇറങ്ങുന്നു. അതുപോലെ ഈ CPM-ന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഇറങ്ങുന്നു. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി, അത്തരത്തിൽ മുഖാമുഖം പരിപാടി ഓരോ ജില്ല കേന്ദ്രീകരിച്ചും ഓരോ പ്രസ് ക്ലബിലും നടക്കുന്ന ഒരു സാഹചര്യം. തങ്ങളുടെ വികസനം ഊന്നി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തൻ്റെ മുഖാമുഖത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും തങ്ങൾക്ക് ഈ ഭരണം പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ തങ്ങൾക്ക് ഈ നിലനിർത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എല്ലാ മുന്നണികളും മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പ്രതിപക്ഷത്തു നിന്നാവട്ടെ VD സതീശൻ, അതുപോലെ എല്ലാവരും ഓരോ മണ്ഡലങ്ങളും കയറി ഇറങ്ങി പ്രചരണം നടത്തുന്ന സാഹചര്യം. ഓരോ ജില്ലയിലും മുഖാമുഖം പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന സാഹചര്യം. സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് VD സതീശൻ മുന്നോട്ട് പോകുമ്പോൾ LDF-ന്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ശക്തമായ പോര് ഇതിനൊക്കെ തന്നെയും അതായത് സർക്കാരിനെയും പ്രതിപക്ഷത്തിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് NDAയുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മറ്റ് ജില്ലകളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥിയായ ദീപ്തി മേരി വർഗീസിനൊപ്പം വിനയരാജ് ഉണ്ട്. അതിന്റെ വിശേഷങ്ങളും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. കോർപ്പറേഷനിൽ സ്റ്റേഡിയം ഡിവിഷനിൽ മത്സരിക്കുന്ന ദീപ്തി മേരി വർഗീസാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേർന്നത്. അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷകളൊക്കെ? UDF ഇപ്രാവശ്യം വലിയ പ്രതീക്ഷയാണ്. ഞങ്ങൾ ഇപ്രാവശ്യം തമ്പിങ് മെജോറിറ്റി വാങ്ങിക്കും. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണം എന്ന് പറയുന്നത് ജനജീവിതം, നഗരജീവിതം വളരെ ദുസ്സഹമാക്കിയിട്ടുണ്ട്. നഗരത്തിന് പുതിയതായിട്ട് ഒരു പദ്ധതികളും കൊടുക്കാത്ത ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം. ഏറ്റവും അടിസ്ഥാന പ്രശ്നമായ മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ വെള്ളക്കെട്ട്, ഇതിനൊന്നും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളായ ക്ഷേമ പെൻഷൻ, ആശാ വർക്കേഴ്സിൻ്റെ വിഷയങ്ങൾ, അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, വിലക്കയറ്റം, ഇതെല്ലാം വലിയ പ്രയാസങ്ങളായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങളിതെല്ലാം ഉയർത്തിപ്പിടിക്കുകയാണ്. ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇപ്രാവശ്യം UDF മത്സരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ഇപ്രാവശ്യമുള്ളത്. LDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരൊരു തുടർ ഭരണം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. UDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ പ്രചരണ വിഷയങ്ങളായി പ്രധാനമായും LDF ചൂണ്ടിക്കാണിക്കുന്നത് ഈ മാലിന്യ പ്രശ്നം, കൂടാതെ തന്നെ ഈ വെള്ളക്കെട്ട് പ്രശ്നം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് LDF പ്രധാനമായും പ്രചരണത്തിന് ഇറങ്ങുന്നത്. അത് എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, അത്തരത്തിൽ പ്രചരണത്തിൽ ഇറങ്ങാൻ LDF-ന് കഴിയില്ലല്ലോ. കാരണം കേരളത്തിന്റെ ഹൈക്കോടതി തന്നെ എത്രയോ തവണ പറഞ്ഞു, ഇങ്ങനെ ഒരു നഗരഭരണം ഞങ്ങൾക്ക് വേണ്ട, ഇങ്ങനെ ഒരു നഗരഭരണം എന്തിനാണ് എന്ന് ചോദിച്ചല്ലോ. അപ്പോൾ അത്തരത്തിൽ നഗരഭരണം വളരെയധികം മാലിന്യ പ്രശ്നമായാലും അതുപോലെ തന്നെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമായാലും ഇനി പരിഹാരം കാണാൻ കഴിയാത്ത ഒന്നായി എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്കറിയാം, കൊച്ചി നഗരത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധതയുള്ള ജനങ്ങളാണ്. കൊച്ചി നഗരം എന്ന് പറയുമ്പോൾ വേൾഡ് മാപ്പിങ്ങിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം നേടേണ്ട ഒന്നാണ്. അതുകൊണ്ട് അത്തരത്തിലൊന്നുമുള്ള ഒരു പദ്ധതികൾ, ഏറ്റവും ഞാൻ പറയട്ടെ, സ്ത്രീകളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ നഗരത്തിൽ എവിടെയും നിങ്ങൾ നല്ലൊരു പബ്ലിക് ടോയ്ലറ്റ് കാണാൻ കഴിയില്ല. അപ്പോൾ അത്തരം വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. സ്ത്രീപക്ഷം തല്ലാത്ത ഒരു ഭരണമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം.
അപ്പോൾ ഇത്തവണ UDF വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കുമെന്നൊരു വിശ്വാസമാണ്. തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞ 5 വർഷത്തെ ഭരണസമിതി LDFന്റെ ഭരണസമിതിക്ക് അവകാശപ്പെടാനൊന്നുമില്ല. എന്ത് അവകാശവാദമാണുള്ളത്? ഇന്നിപ്പോൾ നമ്മൾ കണ്ടല്ലോ, മേയർ തെരഞ്ഞെടുപ്പ് 2 ദിവസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പാണ്. കൊച്ചി നഗരസഭയുടെ ബ്രഹ്മപുരം പ്ലാന്റിൽ എന്ന് പറഞ്ഞാൽ നഗരസഭയുടെ ഔദ്യോഗികമായ ഒഫീഷ്യലായിട്ടുള്ള പ്ലാന്റിൽ കയറി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ്. അവിടെ എന്ത് പദ്ധതിയാണ് കൊണ്ടുവന്നത്? ബ്രഹ്മപുരത്ത് അഗ്നിബാധ ഉണ്ടായതിനു ശേഷം ഈ 4 വർഷം കഴിയുമ്പോഴും അതിനൊരു പരിഹാരം കണ്ടു എന്ന് പറയാൻ മേയർക്ക് കഴിയില്ല. ആ പദ്ധതി പ്രവർത്തനങ്ങൾ അവിടെയുള്ള ആകെയുള്ളത് 50 ടൺ മാത്രം മാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. അത് തന്നെ പലപ്പോഴും കേടാവുകയാണ്. 200 ടണ്ണോളം മാലിന്യമാണ് നഗരത്തിൽ നിന്ന് ബ്രഹ്മപുരത്തേക്ക് എത്തുന്നത്. അത് സംസ്കരിക്കാൻ കഴിയാത്ത ഒരു നഗര ഭരണസമിതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവകാശപ്പെടാൻ യാതൊന്നുമില്ല. ടോണി ചെമ്മണി മേയറായിരുന്ന സമയത്താണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിക്കടക്കം തുടക്കം കുറിച്ചത്. പക്ഷേ ഈ LDF പ്രചരണം നടത്തുമ്പോൾ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രചരണത്തിലേക്ക് അടക്കം കടന്നിരിക്കുന്നത്. ഈ കൊച്ചി സ്മാർട്ട് സിറ്റി ആകുന്നതിന് ടോണി ചെമ്മണി മേയറായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനെടുത്ത ഇനിഷ്യേറ്റീവ് നമുക്കറിയാം. 600 നഗരങ്ങളിൽ നിന്നാണ് കൊച്ചിയെ 5ാമത്തെ നഗരമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുത്തതുകൊണ്ടാണ്, അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തതുകൊണ്ടാണ് CSML എന്ന് പറയുന്ന പദ്ധതി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ആ CSML പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നഗരത്തിൽ തെരുവ് വിളക്കുകളും അതുപോലെ തന്നെ തെരുവ് വിളക്കുകൾ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിലെ കലാശപ്പോരിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ദീപ്തി മേരി വർഗീസ് ആണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേർന്നത്. ഇനി പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ടയിൽ പ്രസാദ് MJ ചേരുന്നുണ്ട്. പ്രസാദ്, അവസാനഘട്ട ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. കൊട്ടിക്കലാശം അതിന്റെ വാനോളം എത്തി നിൽക്കുന്ന ഒരു നിമിഷമാണിത്. 6 മണിവരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അവിടെ കൊട്ടിക്കലാശമൊക്കെ, പ്രചരണമൊക്കെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? ആവേശം അലതല്ലുക തന്നെയാണോ? ആവേശം അലതല്ലുക തന്നെയാണ്. കഴിഞ്ഞ 1 മാസം, അതായത് പാർട്ടി പ്രവർത്തകർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സമയം കിട്ടിയില്ലെന്നുള്ളൊരു പരാതി നിലനിൽക്കുന്നുണ്ടെങ്കിലും 2 ദിവസത്തിനുള്ളിൽ പോളിംഗ് ബൂത്തിലേക്ക് പ്രവർത്തകരും വോട്ടർമാരും വോട്ട് ചെയ്യാനായി എത്തുമ്പോഴത്തേക്കിന് ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ കലാശക്കൊട്ടിന്റെ സമാപനം ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ്. ഞാനിപ്പോൾ ഈ കലാശക്കൊട്ടിന്റെ മധ്യത്തിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് പറയുന്നത് തന്നെ നിങ്ങൾക്ക് എങ്ങനെ കേൾക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെയാണ് പഞ്ചവാദ്യങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും ബാൻഡ് സെറ്റിന്റെയും മുത്തുക്കുട എന്നിവയുടെ അകമ്പടിയോടുകൂടിയാണ് പ്രേക്ഷകർ ആവേശോജ്വലമായ ഒരു കലാശക്കൊട്ടിനാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ല അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് വേദിയാകുന്നത്. BJPക്കും കോൺഗ്രസിനും LDFനും പ്രത്യേകം ജില്ലാ അധികൃതർ സ്ഥലം വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് കൃത്യസമയത്ത് തന്നെ ഈ കൊട്ടിക്കലാശം തീർക്കണമെന്ന് അധികൃതരുണ്ട്. പോലീസ് ഇത് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. ഞാനിപ്പോൾ UDFന്റെ കലാശക്കൊട്ടിന്റെ അവിടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടിക്കലാശത്തിന്റെ ആവേശത്തിലാണ് 7 ജില്ലകൾ. അതിന്റെ ദൃശ്യങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് കേരള വിഷൻ ന്യൂസ് എത്തിക്കുകയാണ്. കൊട്ടിക്കലാശം ഇനി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും മുന്നിലുള്ളത്. അവസാനവട്ട പ്രചരണമാണ്. ഓരോ സ്ഥാനാർത്ഥികളെയും കണ്ട് അവസാനവട്ട വോട്ട് തങ്ങൾക്ക് തന്നെ എന്ന് ഉറപ്പിക്കുക, അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെ തന്നെയാണ് എല്ലാ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഉള്ളത്. ഏത് രീതിയിലാണ് ഇപ്പോൾ കൊട്ടിക്കലാശം മുന്നോട്ട് പോകുന്നത്?
ആവേശം ചോരാതെയാണ് കൊട്ടിക്കലാശം മുന്നോട്ട് പോകുന്നത്. ഇനി ഏതായാലും മണിക്കൂറുകൾ മാത്രം അല്ലെ ഏതായാലും നിമിഷങ്ങൾ മാത്രമാണ് കൊട്ടിക്കലാശം അവസാനിപ്പിക്കാൻ ബാക്കിയുള്ളത്. അതിൻ്റെ ഒരു ചൂടും ഒരു ചൂടും ഒക്കെ അവഗണിച്ചുകൊണ്ട് വലിയൊരാവേശത്തിൽ തന്നെയാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇത്തവണയും BJP ഒട്ടും കുറവ് വരുന്നില്ല. തിരുവനന്തപുരത്ത് ക്രെയിൻ ഇറക്കിക്കൊണ്ട് തന്നെയാണ് BJP ആ കൊട്ടിക്കലാശത്തിൽ മുന്നോട്ട് പോകുന്നത്. അതായത് ക്രെയിൻ ഇറക്കിക്കൊണ്ട് തൻ്റെ സ്ഥാനാർത്ഥികളെ ക്രെയിനിൽ നിർത്തിക്കൊണ്ട് ആകാശം മുട്ടെ വാനോളം ഉയർത്തിക്കൊണ്ടുള്ള ഒരു വമ്പിച്ച പ്രചരണത്തിന് തന്നെയാണ് തിരുവനന്തപുരം പേരൂർക്കടയിൽ തിരുവനന്തപുരത്ത് നടക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ നോക്കുമ്പോൾ തലസ്ഥാനം കിട്ടിയാൽ മൊത്തം കിട്ടും എന്നുള്ളൊരു പഴംചൊല്ല് നമ്മൾ ഓർക്കേണ്ടതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ നോക്കുമ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മേയർ സ്ഥാനാർത്ഥിയായി UDF ഇറക്കിയിരിക്കുന്നത് KS ശബരിനാഥനെയാണ്. അതായത് അരുവിക്കര മുൻ MLA G കാർത്തികേയൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് G കാർത്തികേയന്റെ മകൻ KS ശബരിനാഥനെയാണ് ഇപ്പോൾ ഇത്തവണ മേയർ സ്ഥാനാർത്ഥിയായി UDF ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. അവിടെ 2ാം സ്ഥാനത്താണ് BJP R ശ്രീലേഖ, മുൻ DGP ഉൾപ്പെടെയുള്ള R ശ്രീലേഖ ഉൾപ്പെടെ, അതുമാത്രമല്ല മുൻ കായിക താരം ഉൾപ്പെടെയുള്ളവരാണ് BJPക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഏതായാലും വളരെ ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് നടക്കുക. നമുക്കറിയാം തിരുവനന്തപുരം മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായ ഈ സ്ഥാനാർത്ഥിയുടെ ആ ഒരു സംഭവമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതായത് ഹൈക്കോടതി വരെ എത്തിയതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. തിരുവനന്തപുരം മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അവരുടെ പേര് നാമനിർദ്ദേശ പത്രിക കൊടുത്ത സമയത്ത് അവരുടെ പേര് തള്ളിക്കളയുന്നൊരു സാഹചര്യം. അതിനുശേഷം അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്നാണ് അനുകൂലമായ ഒരു കാര്യം ഒരു സംഭവം അനുകൂലമായ ഒരു വിധി അവർ വാങ്ങുകയും ചെയ്തു. വൈഷ്ണവ് സുരേഷിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. അത്തരത്തിൽ വലിയൊരു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയൊരു ചർച്ചാ വിഷയമായ ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കോർപ്പറേഷനിലെ മുട്ടട വാർഡിലാണ് UDF സ്ഥാനത്തെ വൈഷ്ണവ് സുരേഷിൻ്റെത് വലിയൊരു ചർച്ചാ വിഷയമായ ഒരു സംഭവമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ എറണാകുളം കടമക്കുടിയിൽ UDFന് സ്ഥാനാർത്ഥി ഇല്ല. കാരണം വേറൊന്നുമല്ല, സത്യവാങ്മൂലത്തിൽ ഒപ്പിടാൻ മറന്നതിനെ തുടർന്നാണ് UDFൻ്റെ സ്ഥാനാർത്ഥി പത്രിക തള്ളിയത്. ബാക്കപ്പ് സ്ഥാനാർത്ഥിയെ വെച്ചിട്ടില്ല. അത്തരത്തിലുള്ള ചില തമാശകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശക്തമായി തിരിച്ചു വരും, ഭരണം പിടിക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. എന്ത് വന്നാലും തങ്ങളുടെ കയ്യിലുള്ള പഞ്ചായത്തുകളൊന്നും വിട്ടുതരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് LDF മുന്നോട്ട് പോകുന്നു. വളരെ പ്രചരണം കൊഴുപ്പിച്ച് ഇവർ രണ്ടുപേരെയും തെറ്റിച്ച് തങ്ങൾ വരും മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് NDA മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം, വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല വിഷയമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമുണ്ട്. ഇത്തരത്തിൽ വിഷയങ്ങൾ കത്തി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. എന്തായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്, ആരായിരിക്കും മുന്നോട്ട് നിൽക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും LDFന് തന്നെയായിരിക്കും മുൻതൂക്കം എന്നുള്ളൊരു കാര്യം കൂടി, എന്നുള്ളൊരു വിശകലനം കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലാണ് ഇന്ന്. കൊട്ടിക്കലാശം ആവേശം കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അവസാന വോട്ട് മുറപ്പിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ തൻ്റെ വീടാന്തരം ഇറങ്ങിക്കഴിഞ്ഞു. നേതാക്കളൊക്കെ നേരിട്ടെത്തിയാണ് പ്രചരണം നയിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖാമുഖം പരിപാടികൾ നടത്തി തങ്ങളുടെ വികസനം തങ്ങൾ സർക്കാർ ഇതുവരെ നടത്തിയ വികസനം ഒക്കെ തന്നെയും ജനങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. എന്നാൽ ഇതൊന്നുമല്ല, സർക്കാരിനെതിരെ തിരിഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഓരോ ജില്ലയും കയറിയിറങ്ങിക്കൊണ്ട് ഈ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ശബരിമല വിഷയം ഉൾപ്പെടെ ഊന്നി പറഞ്ഞുകൊണ്ട് NDAയും ഒട്ടും പിന്നിലല്ലാതെ. തിരികെ എത്താം. ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി കൂടി ചേരുന്നുണ്ട്. ബിനീഷ്, കൊട്ടിക്കലാശം അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് നീങ്ങുകയാണ്. എന്താണ് ഇടുക്കിയിൽ നിന്നുള്ള ചിത്രം വ്യക്തമാക്കുന്നത്?
കലാശം ആരംഭിച്ചതെന്ന് പറയാം. ആദ്യം കലാശം ഏതായാലും പോലീസിന്റെ സുരക്ഷ തന്നെ ഒരുക്കണം പറയാനാകാം. ഈ മുദ്രാവാക്യപ്പടി ഒരു സംഘർഷങ്ങളിലെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ കുട്ടികലാശം വലിയ തന്നെ ആഘോഷമാക്കിയിരിക്കുകയാണ്. വലിയ തിരക്ക് തന്നെ ടൗണിൽ അനുഭവപ്പെടുന്നുണ്ട്. അവസാനത്തെ ലാപ്പ് ആ രീതിയിലുള്ള കുട്ടികലാശത്തിലൂടെ ഏതായാലും മൂന്നാമത് വീക്ഷിച്ച ADMK അതോടൊപ്പം തന്നെ BJP, LDF, UDF, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, AIT തുടങ്ങി 6ഓളം കക്ഷികളാണ് ഇവിടെയുള്ളത്. അതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം തന്നെ ഈ കുട്ടികലാശത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ സാധിക്കുന്നത്. BJPയുടെ ഒരു വേരോട്ടത്തിന് ഇടുക്കി ജില്ലയിൽ തയ്യാറെടുക്കുകയാണ്. അത്തരത്തിലൊരു കുട്ടികലാശം തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് വേണം പറയാൻ. ഇത് അല്പസമയത്തിനകം തന്നെ UDF പ്രവർത്തകരും ഇവിടെ സ്ഥലത്തെത്തും. ഏതായാലും ഇരു വിഭാഗങ്ങൾക്കും തമ്മിൽ അല്ലെങ്കിൽ BJP അടക്കമുള്ള മുന്നണികൾക്ക് പല സ്ഥലങ്ങളാണ് പോലീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മുദ്രാവാക്യങ്ങളിൽ പിന്നീട് സംഘർഷത്തിലെത്താൻ ഒരു സാധ്യതയുണ്ട്. അതെല്ലാം മുന്നിൽ പോലീസ് ഇത്തരത്തിലൊരു സജ്ജീകരണങ്ങൾ റെഡിയാക്കിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പോലീസിന്റെ വലിയ സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മൂന്നാർ ടൗണിലടക്കം പല ഭാഗങ്ങളിലും ജില്ലയിലെ പല സ്ഥലങ്ങളിലും തന്നെ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ കുട്ടികലാശം വലിയ രീതിയിൽ പുരോഗമിക്കുകയാണെന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ അവസാനത്തെ ലാപ്പിൽ എല്ലാ മുന്നണികളും അവരുടെ അവസാനഘട്ട പ്രചാരണത്തിൽ തന്നെയാണ്. ആവേശം അങ്ങ് കൊടുമുടിയിലേക്ക് എത്തുന്ന മണിക്കൂറുകളാണ് ഇനിയുള്ളത്. ഏറെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ സമയത്തൊക്കെ ഏറെ വിവാദങ്ങളും പരാതികളും ഒക്കെ വന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു ഇത്. ഇനി ഏത് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ശക്തമാക്കി തന്നെയാണോ കുട്ടികലാശം പുരോഗമിക്കുന്നത്? അത്തരത്തിൽ തന്നെ വേണം പറയാൻ. ഇന്നലെ ജില്ലയിൽ തന്നെ പോലീസിന്റെ റൂട്ട് മാർച്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിനോട് പോലീസ് പൂർണ്ണ സജ്ജമെന്ന് കാണിച്ചു തന്നെയാണ് ജില്ലയിലെ പല ഭാഗങ്ങളിലും റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. അത്തരത്തിൽ പോലീസിന്റെ വൻ സുരക്ഷ തന്നെയാണ് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഒരുക്കിയതെന്ന് വേണം പറയാൻ. ഇതോടൊപ്പം തന്നെ ഈ കുട്ടികലാശം ഒരു സംഘർഷത്തിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വിവിധ ഭാഗങ്ങളിൽ അണികളെ നിർത്തി ആദ്യം അണികളെ നേതൃത്വത്തിൽ ഒരു പ്രകടനമാണ് LDF അടക്കം ആദ്യം പ്രകടനം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJP പ്രകടനം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UDF പ്രകടനത്തിൽ റെഡിയായി നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ UDFന്റെ പ്രകടനം ആരംഭിക്കും. ഇതെല്ലാം തന്നെ ഈ മുദ്രാവാക്യം വിളി ചിലപ്പോൾ ഒരു അവസാന ലാപ്പിൽ ഈ മുദ്രാവാക്യം വിളി ജനങ്ങളിലേക്ക് എത്തിക്കുക, തങ്ങളുടെ ആ പാർട്ടിയുടെ ഒരു സ്പിരിറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ വോട്ട് എത്രയും പെട്ടെന്ന് ഈ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ മുന്നണികൾ ആ വോട്ട് പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് വേണം പറയാൻ. ഏതായാലും വലിയ വിവാദമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ്. വലിയ വിവാദത്തോടെ തന്നെയായിരുന്നു ജനങ്ങൾ കണ്ടത്. പക്ഷേ പല സ്ഥാനാർത്ഥി നിർണ്ണയവും അതോടൊപ്പം സീറ്റ് ചർച്ചയെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു വിവാദമുണ്ടായിരുന്നു ഇടുക്കി ജില്ലയിലടക്കം. ഏതായാലും അത്തരത്തിൽ എല്ലാ പാർട്ടി അത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം ക്രോഡീകരിച്ച് പല സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർത്തി ഇപ്പോൾ മത്സരത്തിലൊക്കെയാണ്. അതിന്റെ ഒരു കുട്ടിക്കലാശം ഇന്ന് അല്പസമയത്തോടെ തന്നെ ഈ കുട്ടിക്കലാശം അവസാനിക്കും. എത്രയും ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ പഞ്ചായത്ത് UDF സ്വന്തമാക്കണം അല്ലെങ്കിൽ LDF സ്വന്തമാക്കണം എന്നുള്ളൊരു വലിയ രീതിയിലുള്ള ഒരു ആവേശത്തോടെയാണ് നമ്മുടെ പൊതുജനങ്ങളടക്കം ഈ മൂന്നാറിലെയും അതോടൊപ്പം തന്നെ ജില്ലയിലെ പല ഭാഗങ്ങളിലും കഴിച്ചുകൂടി നിൽക്കുന്നതെന്ന് വേണം പറയാൻ. ഏതായാലും അല്പസമയത്തിനകം തന്നെ കുട്ടിക്കലാശം വലിയ രീതിയിൽ ആഘോഷമാക്കും. ഇപ്പോൾ പ്രകടനമാണ് നടക്കുന്നത്. ഏതായാലും അത്തരമൊരു UDF പ്രവർത്തനം സ്ഥലത്തെത്തുന്നതോടെ വലിയ രീതിയിലുള്ള ആവശ്യമായ ഒരു കുട്ടിക്കലാശം തന്നെ ഇവിടെ അരങ്ങേറും എന്ന് വേണം പറയാൻ. ബിനീഷ്, അതുപോലെ തന്നെ ബിനീഷ് പറഞ്ഞതുപോലെ വിവാദങ്ങളും പരാതികളും ഒക്കെ ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും അതെല്ലാം മറന്ന ഓരോ ജനങ്ങളിലും ഓരോ വോട്ടർമാരിലും എത്തി തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുക തന്നെയാണ് സ്ഥാനാർത്ഥികൾ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്രചരണാർത്ഥം ഇന്ന് കൊട്ടിക്കലാശമാണ്. ഇന്നാണ് അവസാന ദിനം. ഇനി നാളെ മുതൽ നിശബ്ദ പ്രചാരണമാണ്. അതെല്ലാം സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ അവസാനഘട്ട പ്രചരണത്തിൽ തന്നെയാണ്. 5 മണിയോടെ കുട്ടിക്കലാശം പൂർണ്ണമായൊരു ഇതിലെത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ആവേശത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം എത്തിത്തുടങ്ങിയോ കുട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്തേക്ക്?
തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അണിനിരന്നുള്ള ഒരു ആവേശകരമായ ഒരു പ്രകടനം തന്നെയാണ് ഈ ടൗണിൽ അരങ്ങേറുന്നത് എന്ന് പറയാൻ. സ്ഥാനാർത്ഥികളെല്ലാം വലിയ രീതിയിലുള്ള ഒരു മത്സര രംഗത്ത് തനിക്ക് വിജയം ഉറപ്പെന്ന ഒരു ലക്ഷ്യത്തോടെ കൂടെ തന്നെയാണ് ഈ കുട്ടിക്കലാശത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അണികളും വലിയ രീതിയിലുള്ള ആഘോഷത്തോടെയാണ് ഈ കുട്ടിക്കലാശത്തിൽ ഇരിക്കുന്നതെന്ന് വേണം പറയാൻ. തങ്ങൾക്ക് വിജയം ഉറപ്പാണ്. തങ്ങളുടെ പഞ്ചായത്ത് LDF ആയിരിക്കണം, അല്ലെങ്കിൽ തങ്ങളുടെ പഞ്ചായത്ത് UDF ആയിരിക്കണം, ജില്ലാ പഞ്ചായത്ത് സംഘടിയായിരിക്കണം എന്നുള്ള വാശിയേറിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ മുന്നേറുന്നത് വേണം പറയാൻ. അത് ഈ കുട്ടിക്കലാശം കാണാനും തോട്ടമേഖലയിലെ നിരവധി ആളുകളാണ് ഈ ഭാഗങ്ങളിൽ സംഭരിച്ചിരിക്കുന്നത്. ഏതായാലും കുട്ടിക്കലാശത്തിന്റെ അവസാന ലാപ്പ് വരെ ആ ഊർജ്ജം നിലനിർത്താൻ തന്നെയാണ് മുന്നണികളുടെ എല്ലാം ഒരു തീരുമാനം. പടക്കം പൊട്ടിച്ചും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളിച്ചും തന്നെയാണ് ഈ കുട്ടിക്കലാശം മുന്നണികളെല്ലാം തന്നെ ആവശ്യമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇനി അല്പസമയത്തിനകം UDF കൂടെ ടൗണിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കുട്ടിക്കലാശത്തിന്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് കാണാൻ കഴിയും തന്നെയാണ് നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പല സ്ഥലങ്ങളിൽ തന്നെ ആളുകൾ തടിച്ചുകൂടി ഇത് കാണാൻ തന്നെ ആളുകൾ വലിയ രീതിയിൽ ആവശ്യത്തോടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും ഈ കൊട്ടിക്കലാശം കാണാനാണ് പലപ്പോഴും ജനങ്ങൾ എത്താറ്. കാരണം അവസാന മണിക്കൂറുകളുടെ ആവേശം ഈ അണികൾ എങ്ങനെ പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ എങ്ങനെ പ്രകടിപ്പിക്കും എന്നതിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പോലീസ് വൻ സുരക്ഷ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ സുരക്ഷ കാരണം പല മുദ്രാവാക്യം വിളി ചിലപ്പോൾ സംഘർഷത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആ ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ വലിയൊരു സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജില്ലയിൽ ഇന്നലെ ഉടനീളം റൂട്ട് മാർച്ച് അടക്കം സംഘടിപ്പിച്ചത്. ആ റൂട്ട് മാർച്ചിൽ പോലീസ് പറയുന്നത് എങ്ങനെയാണ്, പൂർണ്ണമായും ഈ ഇലക്ഷനോട് പോലീസ് സജ്ജമെന്ന് തന്നെയാണ്, പൂർണ്ണ സജ്ജമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഏതായാലും അത്തരത്തിൽ ഒരു കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ബിനീഷ് തുടരുക. ഇനി നമുക്ക് ഫൈസലിലേക്കും കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ഫൈസൽ, കുട്ടിക്കലാശം ആവേശത്തിലേക്ക് നീങ്ങുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാം എത്തി തുടങ്ങുകയാണ്. അവരുടെ പ്രചരണമൊക്കെ പര്യടനമൊക്കെ നടത്തി കുട്ടിക്കലാശത്തിലേക്ക്, അവരുടെ ആവേശത്തിലേക്ക് തിരികെ എത്തുകയാണ്. ഈ കുട്ടിക്കലാശത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഏത് മുന്നണിയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ആവേശം പകരുക എന്നൊരു മത്സരവും ഈ കുട്ടിക്കലാശത്തിൽ നടക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെയല്ലേ മുന്നണികളെല്ലാം കുട്ടിക്കലാശത്തിനായി അണിനിരക്കുന്നത്? തീർച്ചയായും കാർത്തു, മത്സര ബുദ്ധി എന്ന് പറഞ്ഞാൽ പോലെ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതെന്ന് തന്നെ പറഞ്ഞു വരും. പടച്ചട്ടയണിഞ്ഞാണ് എല്ലാവരും, പടച്ചട്ടയും വാളും പരിചയമേന്തിയാണ് എല്ലാവരും ആ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്. ഏറ്റവും വലിയ ജനാധിപത്യ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് മൂന്ന് മുന്നണികളും, NDAയും LDFും UDFും, മൂന്ന് മുന്നണികൾ മാത്രമല്ല മറ്റ് സ്ഥാനാർത്ഥികളും ഒക്കെ ഉണ്ട്. എല്ലാവരും, മറ്റ് വിമതരുണ്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇതെല്ലാവരും ആ ഒരു അംഗത്തിന് തയ്യാറെടുത്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ആവേശം വാനോളം തന്നെയാണെന്നാണ് ഏറ്റവും നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ആവേശത്തിലൊരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇത്തവണത്തേതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് വിഷയങ്ങളുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി വിഷയങ്ങളുണ്ട്. ഇതിനൊക്കെ പുറമേയുള്ള ആവേശം അത് നമുക്ക് കാണാൻ സാധിക്കും. പൊതുവെ കൊട്ടിക്കലാശത്തിൻ്റെ ആവേശം നമുക്കറിയാം. എല്ലാ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള ആവേശമാണ് കുട്ടിക്കലാശത്തിനുണ്ടാകുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് അതൊരു മാറ്റമില്ല. വലിയൊരു ആവേശത്തിൽ തന്നെയാണ് കുട്ടിക്കലാശം നടക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഓരോ നഗരങ്ങളിലും, ഓരോ ഗ്രാമങ്ങളിലും, ഓരോ പഞ്ചായത്തിലും വലിയ രീതിയിലുള്ള ആഘോഷമാണ് നടക്കുന്നത്. പടക്കങ്ങൾ പൊട്ടിച്ചും പടക്കങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ട് ആവേശങ്ങൾ കൊടുമുടി കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആര് പിടിക്കും എന്നുള്ള കാര്യം കേരളം 13 ചുവക്കുമോ അതോ കേരളം 13 മൂവർണ്ണക്കൊടി പാറുമോ, അതോ കേരളം 13 കാവിക്കൊടി പാറുമോ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് 13 മനസ്സിലാകും. അത്രയും ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി LDF മുന്നോട്ട് പോകുമ്പോൾ, മൂന്നാം തവണയും ഭരിക്കാൻ അവസരം കിട്ടുക എന്ന ഉദ്ദേശത്തോട് LDF മുന്നോട്ട് പോകുമ്പോൾ അതിന് സമ്മതിക്കില്ല, ഞങ്ങൾ ഉള്ളിടത്തോളം കാലം അതിന് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് UDF മുന്നോട്ട് വരുന്നു. എന്നാൽ കേരളത്തിന് വേണ്ടത് വികസനമാണ്. കേരളം ഇങ്ങനെ പോരാ, ഇനിയും വികസിക്കണം, അതിന് കേന്ദ്രത്തിൻ്റെ സഹായം വേണം.
വേണം, അതിന് BJP വരണം, ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് BJP. അത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടം, ആ ഒരു യുദ്ധം എല്ലാം കൊണ്ടും വളരെ ആവേശകരമായ ഒരു മത്സരത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. വലിയൊരു തെരഞ്ഞെടുപ്പ്, ഒരുപാട് വിഷയങ്ങളുള്ള തെരഞ്ഞെടുപ്പ്, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അത് 9-ാം തീയതി തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ അതിൻ്റെ അലയൊലികൾ നമുക്ക് കാണാൻ സാധിക്കും. ആര് വീഴും ആര് വാഴും എന്നുള്ളത് 13-ാം തീയതി നമുക്ക് അറിയാനും സാധിക്കും. ഏതായാലും വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ പ്രചരണകനും ഓരോ സ്ഥാനാർത്ഥിയും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് എല്ലാവരും ഓരോ വീടും കയറിറങ്ങി, അവസാന വീടും കയറിറങ്ങി തനിക്ക് കിട്ടേണ്ട ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് അത് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഓരോ മണ്ഡലത്തിലെ അല്ലെങ്കിൽ ആ ഒരു പഞ്ചായത്തിലെ ഓരോ വീടും ഓരോ മുക്കും മൂലയും കയറി ഇറങ്ങുകയാണ് സ്ഥാനാർത്ഥികൾ. എങ്ങനെയെങ്കിലും ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട്, ചിലപ്പോൾ ആ ഒരു വോട്ടിനാണെങ്കിൽ താൻ പിന്തള്ളി പോകുമോ എന്നുള്ളൊരു ഭയം എല്ലാ സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. അതുകൊണ്ട് ആ വോട്ടെങ്കിൽ ആ വോട്ട് അത് പിടിച്ചെടുക്കുക, അത് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കലാശക്കൊട്ടാണ്, നമുക്കറിയാം. ഇനി അടുത്തുള്ളത് വടക്കോട്ടാണ്, അത് ഇതിനപ്പുറമായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ തെക്കോട്ട് ഒട്ടും പിറകിലല്ല, വലിയൊരാവേശം. ഈ UDF-ന് വേണ്ടി മുതിർന്ന നേതാക്കൾ ഇറങ്ങി പ്രചരണത്തിന് ഇറങ്ങുന്നു. LDF-ലും ഒട്ടും കുറവല്ല, മുതിർന്ന നേതാക്കൾ തന്നെയാണ് പ്രചരണത്തിന് ഇറങ്ങുന്നത്. NDA-യിലും അതുപോലെ സമാനമാണ്. മുതിർന്ന നേതാക്കളൊക്കെ തന്നെ തൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് അത് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വന്നിരിക്കുന്നു. ഏതായാലും വളരെ നിർണായകമായ ഒരു മത്സരത്തിന് തന്നെയാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. 7 ജില്ലകളിൽ ഇങ്ങനെ കുട്ടിക്കലാശം അതിൻ്റെ വാനോളം ഉയരുന്ന നിമിഷമാണ് ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരത്തും അത് കുട്ടിക്കലാശം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുന്ന ഒരു നിമിഷമാണിത്. തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. ജില്ലകൾ കുട്ടിക്കലാശത്തിൻ്റെ ആവേശത്തിലാണ്. സ്ഥാനാർത്ഥികളും മുന്നണികളും അവസാനഘട്ട പ്രചരണം, ജനങ്ങളെ കണ്ട അവസാനവട്ട വോട്ട് തങ്ങൾ ഉറപ്പിക്കുക, കൂടാതെ തന്നെ നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചു പിടിക്കുക, ഉള്ളത് ഉറപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ തന്നെയാണ് തദ്ദേശ പോരിന് കേരളം സംസ്ഥാനം ഒരുങ്ങുന്നത്. 7 ജില്ലകൾ 9-ാം തീയതി പോളിംഗ് ബൂത്തിലെത്തും. 13-ന് വിധി വരും. 11-ാം തീയതി മറ്റ് 7 ജില്ലകളും പോളിംഗ് ബൂത്തിലേക്ക് പോകും. 13-ാം തീയതി തദ്ദേശം ആർക്കൊപ്പം നിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനൽ പോരാട്ടം ആര് സ്വന്തമാക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ 13-ന് നമുക്കറിയാം. അതിനു മുമ്പുള്ള കുട്ടിക്കലാശമാണ് ഇന്ന് നടക്കുന്നത്. 6 മണിക്ക് കുട്ടിക്കലാശം അവസാനിക്കും. 7 ജില്ലകളിൽ നാളെ മുതൽ നിശബ്ദ പ്രചാരണമാണ്. 9-ാം തീയതി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഫൈസൽ അസീസ് നമുക്കൊപ്പമുണ്ട്. ഫൈസൽ, കുട്ടിക്കലാശം എല്ലായിടവും പൂർണ്ണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 6 മണിക്ക് അവസാനിക്കും. ഫൈസൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവാദങ്ങളും പരാതികളും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു അത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എല്ലാ മുന്നണികൾക്കും വിമത ശല്യം ഒരു ഭീഷണിയായി നിലനിന്നിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. പല മുന്നണികളിലും വിമത സ്ഥാനാർത്ഥികൾ ഒരു പ്രശ്നമായി മാറിയതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതൊന്നും മുന്നണികൾ
ഓർക്കുന്നില്ല. അവസാനവട്ട വോട്ടും തങ്ങൾക്ക് എന്ന് ഉറപ്പിക്കാനുള്ള ആ ഒരു ആവേശ പോരാട്ടത്തിൽ തന്നെയല്ലേ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ ഉള്ളത്. തീർച്ചയായും കാർത്തു, ആ ആവേശം ഒട്ടും ചോരാതെ കേരളത്തിൻ്റെ പൾസ് ആർക്കൊപ്പം, അത് 13-ാം തീയതി അറിയാം. കേരളത്തിൻ്റെ പൾസ് ആർക്കൊപ്പം എന്ന വിധിയെഴുത്താണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വോട്ടാവേശം ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്നു. നിരത്തുകളിലാണ് വോട്ടുകൾ, നിരത്തുകളിലാണ് ആ വോട്ടാവേശം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓരോ മുന്നണിയുടെയും ഓരോ പ്രവർത്തകരും തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, തങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, തങ്ങളുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് അത് പോകാതെ സൂക്ഷിക്കാൻ, അത് പോകാതെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു കൊട്ടിക്കലാശത്തിനാണ് ഇപ്പോൾ നഗരങ്ങൾ, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഓരോ നഗരങ്ങളും ഓരോ ഗ്രാമങ്ങളും ഓരോ പഞ്ചായത്തും സാക്ഷ്യം വഹിക്കുന്നത്. അതായത് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം, തങ്ങളുടെ സ്ഥാനാർത്ഥിയെ തിരികെ എത്താം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂര്യഗായത്രി, തിരുവനന്തപുരത്തെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ആവേശത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. എങ്ങനെയാണ് കൊട്ടിക്കലാശം പുരോഗമിക്കുന്നത്? 1 മാസക്കാലം നീണ്ടുനിന്ന വാശിയേറിയ പരസ്യ പ്രചാരണത്തിന് ഇന്നിപ്പോൾ അവസാനം കുറിക്കുകയാണ്. വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം, പ്രചാരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രാമവും നഗരവും ഒരുപോലെ വാശിയേറിയ പോരാട്ടത്തിനാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് സാക്ഷിയാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ശരിക്കും ഒരു ട്രയൽ തന്നെയാണ് മുന്നണികൾ കാണുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാം പിണറായി സർക്കാർ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ അവർ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാന പോരാട്ടമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വലിയ പരാജയം അവർക്ക് മറികടന്നേ തീരൂ. കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു വിധിയെഴുത്തായിട്ട് മാറും എന്നുള്ള കണക്കുകൂട്ടലുകളിലാണ് നേതാക്കൾ ഉള്ളത്. അതുകൊണ്ട് വാശിയേറിയ പോരാട്ടം. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം, നഗരസഭയിൽ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് ഒരുപടി മുന്നേ തന്നെ പ്രചാരണത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളവും വാശിയേറിയ പോരാട്ടം നടക്കുകയാണ്. പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ കഴിവ് കൂടി തെളിയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറുന്നു. ഒരുപോലെ മറ്റ് നേതാക്കന്മാർ സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പം നിന്ന് വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. വാശിയേറിയ പോരാട്ടം നടക്കുമെന്ന് നമ്മൾ കരുതുന്ന കോർപ്പറേഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിക്കുമെന്നുള്ളത് കേരളത്തിൽ ഒട്ടാകെയുള്ളവർ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിക്കുന്നോ അവർക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നിൽക്കും എന്നുള്ള ചില പറച്ചിലുകൾ ഇപ്പോൾ തന്നെ മുന്നണികൾക്കുള്ളിൽ മാത്രമല്ല ജനങ്ങൾക്കിടയിൽ തന്നെ ഉയർന്നു കേൾക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് കോർപ്പറേഷൻ പിടിക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കോർപ്പറേഷൻ തുടങ്ങിയ അന്ന് മുതൽ തന്നെ LDFിനൊപ്പം നിൽക്കുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ, അതുപോലെ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇത്തവണ LDFിന് അത്രത്തോളം വിജയം ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് കോൺഗ്രസും BJPയും പറയുന്നത്. പ്രതിപക്ഷത്തുള്ളത് BJPയാണ്. BJP ഇത്തവണ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ്. കോർപ്പറേഷൻ ഭരണം ഇപ്പോൾ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു BJP എന്നുള്ളതാണ്. BJPയും അതുപോലെ തന്നെ LDFും മേയർ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒറ്റ പേരിലേക്ക് ഇതുവരെയും രണ്ട് മുന്നണികളും NDAയും രണ്ട് മുന്നണികളും ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ ശ്രീലേഖയെ മുൻനിർത്തിയുള്ള പ്രചാരണമാണ് BJP നടത്തുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന നേതാക്കൾ ഒരുപാട് പേരുണ്ട്. RP ശിവജിയുണ്ട്, അതുപോലെ തന്നെ ദീപകിന്റെ പേരുകളൊക്കെ തന്നെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ വിജയം നിലനിർത്താൻ വേണ്ടി LDF തിരുവനന്തപുരം കോർപ്പറേഷനായിട്ട് മത്സരം നടത്തുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്ത് നിന്ന് മേയർ കസേരയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് BJP നടത്തുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപടി മുന്നേ നടത്തിയ പ്രചാരണവും അതുപോലെ തന്നെ പോരാട്ടവും ഒക്കെ അത് വിജയത്തിലേക്ക് എത്താൻ തങ്ങളെ സഹായിക്കും. BJP ഭരണവും അതുപോലെ തന്നെ BJP കൗൺസിലർമാരുടെ ഭരണവും അതുപോലെ തന്നെ LDF കൗൺസിലർമാരുടെ ഭരണവും നാട് മടുത്തു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് ശബരിനാഥന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് UDF മുന്നോട്ട് പോയത്. അങ്ങനെ വാശിയേറിയ പോരാട്ടം. ഇതിലിപ്പോൾ നമുക്ക് തന്നെ ഈ കഴിഞ്ഞ ഒരു മാസത്തോളം
മാസക്കാലം എല്ലാ മുന്നണികളുടെ ഒപ്പവും സ്ഥാനാർത്ഥികളുടെ ഒപ്പവും നമ്മൾ ഉണ്ടായിരുന്നു. അവരുടെ പ്രതീക്ഷകൾ, അവരുടെ ആത്മവിശ്വാസങ്ങൾ, അവർ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന വാഗ്ദാനങ്ങൾ ഒക്കെ നമ്മൾ കേട്ടറിഞ്ഞതാണ്. മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വെക്കുന്നു. ഇവരിൽ ആരായിരിക്കും കോർപ്പറേഷൻ പിടിക്കുക എന്നത് പോലും നമുക്ക് എടുത്തു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക്, കടുത്ത പോരാട്ടത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ കോർപ്പറേഷന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. മുനിസിപ്പാലിറ്റികളിൽ അതിലേറെ വാശിയേറിയ പോരാട്ടം നടക്കുന്നു. ഗ്രാമീണ മേഖലയിൽ പഞ്ചായത്തുകൾ പിടിക്കാനുള്ള വലിയ പോരാട്ടം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭരണ തുടർച്ചയും ഭരണം തിരിച്ചുപിടിക്കാനും ഒക്കെയുള്ള വാശിയേറിയ പോരാട്ടങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകളിലും അത്തരത്തിൽ നമുക്ക് പോരാട്ടം കാണാൻ സാധിക്കും. ഇപ്പോൾ അതിന്റെ കൊട്ടിക്കലാശമാണ്. അത് ഒട്ടും പിന്നോട്ടല്ല തങ്ങൾ എന്നത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കലാശക്കൊട്ടാണ് നമ്മൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കാണുന്നത്. നഗരത്തിലായാലും ഗ്രാമങ്ങളിലായാലും ഒപ്പത്തിനൊപ്പം നിൽക്കാനുള്ള വലിയ മുന്നൊരുക്കങ്ങളാണ് നേരത്തെ തന്നെ മുന്നണികൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. തങ്ങളുടെ മുന്നണിയുടെ പതാകകൾ ഉയർത്തി, അതേ മുന്നണിയുടെ പതാകയുടെ കളറിലുള്ള ബലൂണുകൾ ഉയർത്തി വലിയ തരത്തിലുള്ള ഒരു ആൾക്കൂട്ടം അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി, അത് വലിയ മനോഹരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള മാറ്റുന്ന കാഴ്ചകളാണ് നമ്മൾ ഓരോ സ്ഥലത്തും കാണുന്നത്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ ജംഗ്ഷനിലും നമുക്ക് കൊട്ടിക്കലാശം കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല കലാശക്കൊട്ട് നടക്കുന്നത്. ഓരോ ജംഗ്ഷനിലും അത്തരത്തിൽ കലാശക്കൊട്ട് നമുക്ക് കാണാൻ കഴിയും. അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവമായി നഗരവും ഗ്രാമവും മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ കലാശക്കൊട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. കെ വി ഗണേഷ് കുമാർ മന്ത്രിയൊക്കെ തന്നെ പൂജപ്പുര രാധാകൃഷ്ണന്റെ പരിപാടി കലാശക്കൊട്ടിൽ പങ്കെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ മുതിർന്ന നേതാക്കളും മന്ത്രിമാരും ഒക്കെ തന്നെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി കഴിഞ്ഞ പ്രചാരണ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കലാശക്കൊട്ടിലും അതിന്റെ പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസവും അത്തരത്തിൽ വാശിയേറിയ പോരാട്ടം അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിഷയമാകുന്നത് ഗ്രാമങ്ങളിലെ വികസനങ്ങളും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സൂര്യ തുടരുക. ഇപ്പോൾ നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകേണ്ടതുണ്ട്. പത്തനംതിട്ടയിൽ കുട്ടിക്കലാശത്തിന്റെ വിശേഷങ്ങളുമായി പ്രസാദ് എം ജെ ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഒരു മാസത്തെ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശമാണ് ഇന്ന് നടക്കുന്നത്. UDFും LDFും BJPയും ഒരുപോലെ തന്നെ ജില്ലയിൽ വൻപിച്ച പ്രചരണമാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി നടത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴഞ്ചേരി പഞ്ചായത്തിലെ തെക്കേമല എന്നുള്ള സ്ഥലത്താണ്. ഇതിന്റെ പുറകിൽ UDFിന്റെ കൊട്ടിക്കലാശത്തിന്റെ ആവേശോജ്വലമായിട്ടുള്ള ഒരു പ്രകടനത്തിന്റെ വിഷലാണ് കാണുന്നത്. പഞ്ചവാദ്യം, കുത്തിപ്പുറ, വാദ്യമേളം, ബാൻഡ്സെറ്റ് ഉൾപ്പെടെ ധരിച്ചിട്ടുള്ള പാർട്ടിപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആവേശോജ്വലമായിട്ടുള്ള ഒരു കൊട്ടിക്കലാശത്തിനാണ് തെക്കേമല വേദിയാകുന്നത്. തെക്കേമലയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ, പത്തനംതിട്ട. പത്തനംതിട്ടയിലെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്നും വിനയരാജ് ചേരുന്നുണ്ട്. വിനയ, കൊച്ചിയിലെ കുട്ടിക്കലാശത്തിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സ്ഥാനാർത്ഥികളെല്ലാം ആവേശത്തിൽ തന്നെയാണോ? തീർച്ചയായും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ആവേശത്തിൽ തന്നെയാണുള്ളത്. ഒരു മാസം നീണ്ട പ്രചരണം ഇന്നിപ്പോൾ കൊട്ടിക്കലാശമാണ്. അടുത്ത ദിവസം തന്നെ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ആവേശത്തിൽ തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും ഉള്ളത്. കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന നഗരങ്ങളിൽ ഒന്നാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മന്ത്രി P രാജീവും നേരിട്ട് പ്രചരണ രംഗത്തെത്തി ഈ മത്സരാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഒരു മാസം നീണ്ടുനിന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടം 7 ജില്ലകളിലാണ് ഇന്ന് കുട്ടിക്കലാശം അതിൻ്റെ ആവേശത്തിൽ എത്തി നിൽക്കുകയാണ്. നാളെ നിശബ്ദ പ്രചാരണം. 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ കടക്കും. പിന്നീട് 11-ാം തീയതി മറ്റ് 7 ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ 13-ാം തീയതി തദ്ദേശം ആരൊപ്പം നിന്നു എന്നത് വ്യക്തമാകും. എല്ലാ മുന്നണികളെ സംബന്ധിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും പ്രാധാന്യം നൽകുന്നത് തന്നെയാണ്. കൊച്ചിയിലെ
കൊട്ടിക്കലാശം ആവേശത്തിൽ തന്നെ തുടരുകയാണ്. വിനയ തുടരുന്നുണ്ട്. വിനയ തുടരാം. അതിന്റെ ആവശ്യത്തിൽ തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളുള്ളത്. പ്രചാരണത്തിന്റെ അവസാനത്തിൽ ഓരോ ഇപ്പോൾ കാണാൻ സാധിച്ചത്. കൊച്ചി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന നഗരങ്ങളിൽ ഒന്നാണ് കൊച്ചി. കോർപ്പറേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഈ വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിലും മന്ത്രി പി രാജീവ് ആണെങ്കിലും നേരിട്ടെത്തി ഈ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കൊട്ടിക്കലാശ ദിവസം തന്നെ മന്ത്രിമാരടക്കം തന്നെ ഈ പ്രചരണത്തിന് കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജില്ലയിൽ എത്തിയിട്ടുണ്ട്. അത്രത്തോളം ആവേശകരമായിട്ടുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയാണ് ജില്ലയിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കാം. ഈ കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2020 പാർട്ടിയെ കൂടി പറയേണ്ടതുണ്ട്. കാരണം മറ്റ് നഗരങ്ങളിലൊന്നുമില്ലാത്ത 2020 പാർട്ടി കൊച്ചിയിലുണ്ട്. ഇത്തവണ ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ അടക്കം തന്നെ 2020 പാർട്ടി മത്സരിക്കുന്നുണ്ട് എന്നതും ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്. മറ്റൊന്ന്, ഈ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു പിടിക്കാനാണ് UDF ശ്രമിക്കുന്നതെങ്കിൽ ഭരണം തുടർച്ച തന്നെയാണ് LDF ശ്രമിക്കുന്നത്. അതിനുള്ള പ്രയത്നത്തിൽ തന്നെയാണ് ഓരോ പാർട്ടികളും ഉള്ളത്. അതിനുള്ള പ്രയത്നം തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിലേറെ ഉണ്ടായിരുന്ന പ്രചരണ പരിപാടികളടക്കം നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സ്ഥാനാർത്ഥികളോടക്കം തന്നെ നമ്മൾ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലടക്കം തന്നെ ഓരോ സ്ഥാനാർത്ഥികളും ഓരോ മുന്നണികളുടെയും ആത്മവിശ്വാസം തന്നെയായിരുന്നു പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഈ LDFനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം അവർ നഗരത്തിൽ കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ പ്രചരണ പരിപാടികളടക്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഷീ ലോഡ്ജ്, കൂടാതെ ഷീ ലോഡ്ജ് സ്മാർട്ട് സിറ്റി പദ്ധതി തുടങ്ങിയ പദ്ധതികൾ, കൂടാതെ പ്രവൃത്തി തുടങ്ങിയ പദ്ധതി അടക്കം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു LDF സർക്കാർ പ്രചരണത്തിനായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. UDFനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഈ ഭരണമാറ്റം ആവശ്യമാണ്, ജനങ്ങൾ അത് ആവശ്യപ്പെടുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു UDF ആണെങ്കിലും പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. UDFനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു കൂടെ മുന്നേ തന്നെ UDF ഇറങ്ങി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്രത്തോളം വാശിയേറിയ പോരാട്ടം നടത്തുന്ന നഗരങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു കൊച്ചി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം നമ്മൾ കണ്ടതാണ്. കൊച്ചി കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കുമെന്ന് UDF പറയുമ്പോൾ ഭരണം നിലനിർത്തുമെന്നായിരുന്നു LDFന്റെ വാദം. BJP ആണെങ്കിലും കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. BJP ഈ മാറ്റം അനിവാര്യമാണ്, ആ മാറ്റം BJPയിലൂടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു BJP പ്രവർത്തകരടക്കം തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തവണ കൊച്ചി കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്നൊരു വിശ്വാസവും BJPയെ സംബന്ധിച്ചുണ്ടായിരുന്നു. കൂടാതെ 2020 പാർട്ടിക്കും വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ 4 പഞ്ചായത്തുകളിൽ മാത്രമാണ് 2020 ഭരണം നിർത്തിയതെങ്കിൽ ഇത്തവണ കോർപ്പറേഷനിലേക്ക് അടക്കം തന്നെ മത്സരിക്കുന്നുണ്ട് 2020. അത്തരത്തിൽ കടുത്ത ഒരു വീറും വാശിയുമുള്ള പോരാട്ടം തന്നെയാണ് കൊച്ചിയെ സംബന്ധിച്ച് നടക്കുന്നത്. കൊച്ചി കോർപ്പറേഷനെ ഇനി ആര് ഭരിക്കുമെന്നതാണ് കണ്ടറിയേണ്ട ഒരു കാര്യം. ജനങ്ങളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും സമ്മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. മറ്റൊന്ന്, കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിമത സ്ഥാനാർത്ഥികളടക്കം കൂടുതലുള്ള ഒരു ജില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അത്തരത്തിൽ കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്ന ജില്ലയിൽ നടക്കുന്നത്. കോർപ്പറേഷനിൽ മാത്രമല്ല ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിലും. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് കൂടി ചേരുന്നുണ്ട്. ബിനോയ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടം അങ്ങനെ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥികളും മുന്നണികളുമെല്ലാം തങ്ങളുടെ അവസാനവട്ട പ്രചരണത്തിന്റെ തിരക്കുകളിലാണ്. ഇന്ന് കലാശക്കൊട്ടാണ്. 7 ജില്ലകളിൽ 9 പോളിംഗ് സ്റ്റേഷനിലെത്തി അവരുടെ വിധി എഴുതും. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് കുട്ടിക്കലാശമൊക്കെ പുരോഗമിക്കുന്നത്? കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ 7 ജില്ലകളിലാണ് ഈ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 7 ജില്ലകളിലെയും കൊട്ടിക്കലാശത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് പൊതുവായി ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾക്കുള്ള അവസരം. അത് അവസാനിച്ച് കഴിയുമ്പോഴേക്കും രാഷ്ട്രീയ പാർട്ടികളുടെ നിശബ്ദ പ്രചരണ പരിപാടികളിൽ നിന്നുകയാണ് പിന്നെ കൂട്ടലുകളും കിഴിക്കലുകളും നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കലും ഒക്കെ ആയിട്ട് നാളെ ഒരു ദിവസം സ്ഥാനാർത്ഥികളും ഒപ്പമുള്ള അനുയായികളും ചിലവിടും. മൊത്തത്തിൽ കേരളത്തിന്റെ തെക്കൻ കേരള ഭാഗത്ത് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ വലിയ തരത്തിലുള്ള പ്രചരണത്തിന്റെ ചൂട് കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ കഴിയും. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയാം.
കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ 45 വർഷമായിട്ട് ഇടതുമുന്നണിയുടെ കൈവശമാണ്. ഇടതുമുന്നണി തന്നെ കൊണ്ട് നടക്കുന്നു ഭരണം. പലപ്പോഴും ഭൂരിപക്ഷം ഇല്ലായിരുന്ന സമയത്ത് പോലും LDFന് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുവാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അവർ ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ UDFന് അല്ലെങ്കിൽ BJPക്ക് ഇതുവരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു മേൽക്കൈ നേടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ ഒരു മാറ്റം വരുത്തുവാൻ തീവ്ര പ്രയത്നമാണ് LDFനെതിരെ UDFും BJPയും നടത്തിയതെന്ന് നമുക്ക് പറയാൻ കഴിയും. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും വിട്ടുമാറി നഗരത്തിന്റെ തിരക്കുകളില്ലാത്ത വാർഡുകളിലൊക്കെ തന്നെ ഒരു ഗ്രാമാന്തരീക്ഷമുള്ള വാർഡുകളുണ്ട്. അവിടെയൊക്കെ തന്നെ എല്ലാ മുന്നണികളും ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടുന്നത് കണ്ടിരുന്നു. എല്ലാ മുന്നണികളും വലിയ തരത്തിലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരസ്യമായി വിചാരണ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. പ്രത്യേകിച്ചും LDF ആകട്ടെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കും ഈ അവസാനത്തെ 5 വർഷവും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് പറഞ്ഞു. ക്ഷേമ പെൻഷൻ, ഒപ്പം തന്നെ കിഫ്ബി, അതുപോലെ തന്നെ ജീവനക്കാർക്ക് നൽകാനിരുന്ന ക്ഷാമബത്ത, അങ്ങനെ തുടങ്ങി നടത്തിയിട്ടുള്ള ആളുകൾക്ക് നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളുടെ വലിയ പട്ടിക നിരത്തി LDF അവരുടെ ഇലക്ഷൻ പ്രചരണ രംഗം ചൂടുപിടിപ്പിച്ചപ്പോഴേക്കും UDF ആകട്ടെ അതിൽ നിന്നെല്ലാം ഒന്ന് മാറി നിന്നുകൊണ്ട് ഒരു സെൻസിറ്റീവായ വിഷയം, അതായത് പ്രത്യേകിച്ചും ശബരിമല പോലുള്ള വിഷയം ജനങ്ങളുടെ ഹൃദയത്തിൽ എന്തുമാത്രം തുളച്ചു കയറും എന്നുള്ളത് UDFന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയായിരുന്നു ആഗോള അയ്യപ്പ സംഗമവും അതിന് തൊട്ട് പിന്നാലെയുള്ള വിഷയങ്ങളും പിന്നീട് ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും ഒക്കെ വലിയ തരത്തിൽ ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു UDFും BJPയും പ്രചരണ രംഗത്ത് ശക്തി ആർജിച്ചത്. UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണവിരുദ്ധ വികാരങ്ങൾക്ക് അപ്പുറത്തേക്ക് അവർ ഏറ്റവും കൂടുതൽ മുഖ്യ വിഷയമായി എടുത്തു കാണിച്ചത് ശബരിമല സ്വർണ്ണപ്പാളിയിലും ദ്വാരപാലക വിഗ്രഹങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ടതും CPMന്റെ 2 നേതാക്കന്മാർ റിമാൻഡിൽ കഴിയുന്നതുമൊക്കെ എടുത്തു കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിക്കാണ് അവര് കേരളത്തിലാകമാനവും പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലുമൊക്കെ അവർ നേതൃത്വം നൽകിയത്. അങ്ങനെ തന്നെയായിരുന്നു മുതിർന്ന നേതാക്കന്മാരുടെ പ്രചരണ പരിപാടികളും. BJP ആകട്ടെ ഇത് രണ്ടിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് കേന്ദ്ര ആവിഷ്കൃത ഫണ്ടുകൾ വഴി കേരളത്തിന് ലഭിച്ച നേട്ടങ്ങൾ, സ്മാർട്ട് സിറ്റി, അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്ന റോഡുകളുടെ നവീകരണം, അതുപോലെ തന്നെ ഗതാഗത മേഖലയ്ക്ക് സ്മാർട്ട് സിറ്റികളിൽ ലഭിച്ച പുതിയ ബസ്സുകൾ, കുടിവെള്ള പദ്ധതികൾ, അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ BJPയും എടുത്തു കാണിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലെയും വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് BJPയും ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ശക്തമായി ഉണ്ടായിരുന്നു തന്നെ പറയാൻ കഴിയും. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം നിന്ന് കോർപ്പറേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ ഉയർത്തി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയും കണ്ടു. എന്നാൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തി ഒരുപടി മുമ്പേ എത്താൻ ശ്രമിച്ചെങ്കിലും വൈകിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയിരുന്ന LDFും ഒപ്പം എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. BJPയും അത്തരത്തിൽ അവർക്ക് തിരുവനന്തപുരം നഗരത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഒരു കൗൺസിലറുടെ ആത്മഹത്യ ഉൾപ്പെടെ, ഒരു മുൻ കൗൺസിലറുടെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ധർണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് തൊട്ട് മുമ്പിലെ ഏറ്റവും വലിയ തടസ്സങ്ങളായി BJPക്ക് ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ധർണം ചെയ്ത് മുന്നോട്ട് പോകാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് BJP നേതാക്കന്മാർ പറയുന്നത്. എന്തായാലും ഈ 101 സീറ്റുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് സ്വന്തമാക്കും എന്നുള്ള കാര്യത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യം നീങ്ങും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എല്ലാ മുന്നണികളും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കണ്ണുനട്ട് വലിയ തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. കേരളത്തിന്റെ തലസ്ഥാനമാണ്. പ്രത്യേകിച്ചും തലസ്ഥാനം പിടിക്കുന്നവർ സംസ്ഥാനം ഭരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരു നീക്കം എല്ലാ പാർട്ടികളും നടത്തിയിരിക്കുന്നു. മാത്രവുമല്ല, നേരത്തെ കാർത്തു സൂചിപ്പിച്ചതുപോലെ ഒരു സെമി ഫൈനൽ മത്സരമാണ് ഇത്. അതിന്റെ ചൂടും ആവേശവും ഉശിരുമെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും നമ്മൾ കണ്ടിരുന്നതാണ്. അതെല്ലാം തന്നെ വളരെ ശ്രദ്ധേയമാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ എല്ലാ മുന്നണികളും ഒപ്പത്തിനൊപ്പം പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും ഈ രാഷ്ട്രീയപരമായി ഉള്ള വാദപ്രതിവാദങ്ങൾക്കപ്പുറത്തേക്ക് ജനകീയ പ്രശ്നങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും. നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരത്തിലെ ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്ന് അടിക്കടി ഉണ്ടാകുന്ന പൈപ്പ് പൊട്ടലും ഒപ്പം തന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള കുടിവെള്ള ക്ഷാമവും ഒക്കെയാണ്. അത് പല ആവർത്തി അത് ഇല്ലാതാക്കുവാൻ നടത്തിയ പരിശ്രമങ്ങൾ എത്ര കണ്ട് വിലപ്പോയി എന്ന് ചോദിച്ചാൽ അത് അത്രയും തന്നെ കൃത്യമായി പറയാൻ കഴിയില്ല. നഗരത്തിൽ വലിയ തരത്തിലുള്ള
കുടിവെള്ള പ്രശ്നം ഇല്ലെങ്കിൽ പോലും നഗരം വിട്ട് ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന കിഴക്കൂട്ട മുക്ലയുടെ മേഖലകളിലൊക്കെ തന്നെ പൈപ്പ് ഹോട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ 3-4 ദിവസം വരെയൊക്കെ ജലവിതരണം മുടങ്ങുന്ന ഒരു പതിവുണ്ട്. അത്തരം പതിവുകളൊക്കെ തന്നെ ജനകീയ വിഷയങ്ങളായി അവതരിപ്പിക്കാൻ UDF ശ്രമിച്ചെങ്കിലും അത്ര ഗൗരവത്തോടു കൂടി തന്നെ UDF മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് തന്നെയായിരുന്നു LDFന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള പ്രചരണം എന്ന് പറയാം. ഈ ഏകദേശം BJP ആകട്ടെ അവര് ഭരണം കിട്ടിയാൽ അല്ലെങ്കിൽ തലസ്ഥാനത്തെ കോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 40 ദിവസത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി എത്തി തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വലിയ വികസന പ്രവർത്തനങ്ങളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശമാകുകയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ വൈകിട്ട് 6 മണിക്ക് പരസ്യ പ്രചാരണം അവസാനിക്കും. അവസാന മണിക്കൂറിൽ റോഡ് ഷോകളും മറ്റുമായി പ്രചാരണം കൊഴുപ്പിക്കുക തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. നാളെ നിശബ്ദ പ്രചാരണമാണ്. 9-ാം തീയതി 7 ജില്ലകളിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും. 11-ാം തീയതി മറ്റ് 7 ജില്ലകളിൽ പോളിംഗ് ബൂത്തിൽ ജനങ്ങൾ വിധി എഴുതും. 13-ാം തീയതി അറിയാം തദ്ദേശം ആർക്കൊപ്പം നിന്നു എന്നത്. ഇടവേള. നീ ഇരുത്താൻ സമ്മതിച്ചില്ല ചക്കൻ. ഞാൻ പോയിരുന്നപ്പോ പറയാ ഇരിക്കില്ലേ